നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പ്രജ്ഞയ്ക്ക് തെളിച്ചം വരാത്ത ജീവനെയാണ് ധൃതരാഷ്ട്രർ പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള അന്ധപ്രജ്ഞനായ ഒരു ജീവൻ എങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നത് ഗീതയിൽ രണ്ടാമതായി പ്രവേശിക്കുന്ന ദുര്യോധനനിലൂടെ കാണാൻ കഴിയുന്നു. ധൃതരാഷ്ട്രർക്ക് ശേഷം വരുന്ന ദുര്യോധനൻ ജീവാത്മാവിൻ്റെ വികാസ പരിണാമത്തിലെ രണ്ടാം ഘട്ടത്തെയാണ് കാണിക്കുന്നത്. അന്ധപ്രജ്ഞനായ ഒരാളുടെ പ്രജ്ഞയുടെ ആദ്യത്തിന് ശാസ്ത്ര പഠനം കൊണ്ടും സത്സംഗം കൊണ്ടും കട്ടിക്കുറയുന്നു. ആ അവസ്ഥയിൽ ജീവനിൽ ഒരു ചാഞ്ചല്യം അനുഭവപ്പെടുന്നു. ദുര്യോധനൻ്റേതായി പ്രസിദ്ധമായ വാക്യത്തിൽ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മം എന്തെന്നറിയാമെങ്കിലും എനിക്ക് അനുഷ്ഠിക്കാനാകുന്നില്ല, അധർമ്മം എന്തെന്നറിയാമെങ്കിലും എനിക്ക് അതിൽ നിന്നും പിന്മാറാൻ സാധിക്കുന്നില്ല എന്നാണ് ദുര്യോധനൻ്റെ കുറ്റസമ്മതം. അന്ധപ്രജ്ഞനായ ജീവന് ചഞ്ചലപ്രജ്ഞൻ എന്ന ഒരവസ്ഥയിലേക്ക് വികാസം സംഭവിച്ചതായി മനസ്സിലാക്കാം. ധർമ്മം എന്താണെന്ന് അറിയാനുള്ള പ്രജ്ഞ ഉണർന്നെങ്കിലും അതിനെ പിന്തുടരാൻ സാധിക്കാതെ അധർമ്മം ചെയ്ത് അസ്വസ്ഥമായ അന്ധകരണത്തിൻ്റെ ചാഞ്ചല്യം ദുര്യോധനൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഗീതാരംഭത്തിൽ വെളിപ്പെടുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണുഃ വ്യർത്ഥം കുപ്യസി മയ്യസഹിഷ്ണുഃ. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണുഃ വ്യർത്ഥം കുപ്യസി മയ്യസഹിഷ്ണുഃ. സർവസ്മിന്നപി പശ്യാത്മാനം സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദജ്ഞാനം സർവത്രോത്സൃജ ഭേദജ്ഞാനം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. സർവവേദാന്തങ്ങളുടെയും ഉപദേശങ്ങളുടെയും പരമമായ തലം സമദർശിത്വം തന്നെയാണ്. ഈ സമദർശിത്വം സർവ്വതിലും ഏകമായിരിക്കുന്ന ആത്മദർശനത്താൽ ഉണ്ടാകുന്നതാകുന്നു. ഈ സമദർശനം തന്നെയാണ് മുക്തി. അതാണ് വിഷ്ണുത്വത്തെ ഇച്ഛിക്കുന്നുവെങ്കിൽ സമബുദ്ധിയോടൊത്തവനാകൂ എന്ന ഭജഗോവിന്ദത്തിൽ 8-ാം ശ്ലോകത്തിൽ പറയുന്നത്. ആ തത്വത്തെ വ്യാഖ്യാനിക്കുകയാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. മോഹമുദ്ഗരം എന്ന കൃതിയിൽ ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമാണിത്.
8 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതിലൊടുവിൽ ഭവസമചിത്ത സർവത്രത്വം, സർവത്രത്വം സമചിത്ത ഭവ, എല്ലായിടത്തും നീ സമചിത്തനാകൂ, സമതയുള്ള ചിത്തത്തോടൊത്തവനാകൂ, ഭേദകൽപ്പന ചെയ്യാതിരിക്കൂ. പണ്ഡിതനെന്നും പാമരനെന്നും, ധനികനെന്നും ദരിദ്രനെന്നും, അതുപോലെ അജ്ഞാനകൽപ്പിതങ്ങളായ പല ഭേദഭാവനകളുണ്ട്. അതിലൊക്കെ ചെന്നുപെട്ട് നീ ഭേദദൃഷ്ടി സൂക്ഷിക്കാതിരിക്കൂ. വിദ്വാൻ ഉചിതമായ സമദൃഷ്ടിയെ സ്വീകരിക്കൂ. വാഞ്ചസ്യചിരാത് യതി വിഷ്ണുത്വം, വിഷ്ണുത്വം നീ ഇച്ഛിക്കുന്നുവെങ്കിൽ, വിഷ്ണുത്വം വിഷ്ണുഭാവപ്രാപ്തി. വിഷ്ണു സർവവ്യാപിയാണ്. സർവവ്യാപി ഒന്നിൽ കൂടുതൽ ഒന്നിൽ കുറവ് എന്ന നിലയ്ക്കല്ല, സർവത്തിലും സമമാണ്. സർവത്തിലും സമമായി നിലകൊള്ളുന്നവനാണ് വിഷ്ണു. ആ വിഷ്ണുവിൻ്റെ സർവവ്യാപക ധർമ്മത്തെ പ്രാപിക്കണമോ, സ്വയം പരമാത്മസ്വരൂപനാകണമോ, എങ്കിൽ നീ സമചിത്തനായാലും. ഇതാണ് ഉപദേശിക്കുന്നത്. എങ്ങനെയാണ് സമചിത്തനാകുന്നത്? സമചിത്തതയെ നേടുന്നതിന് പിന്നിലുള്ള ദർശനം എന്താണ്? അതാണ് ശ്രദ്ധേയമായത്. അതാണ് 9-ാം ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് സമചിത്തത നേടുന്നതിൻ്റെ പിന്നിലുള്ള ദർശനം? ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം കോപ്യസി മയ്യസഹിഷ്ണു സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദജ്ഞാനം. ഇവിടെ പാഠഭേദമുണ്ട്. സർവത്രോത്സൃജ ഭേദജ്ഞാനം. ത്വയി മയി ചാന്യത്രൈകോ വിഷ്ണു വ്യർത്ഥം കോപ്യസി മയ്യസഹിഷ്ണു സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദജ്ഞാനം. ത്വയി നിന്നിൽ, മയി എന്നിൽ, അന്യത്ര അന്യമായതിൽ അഥവാ അന്യനായവനിൽ, അന്യനിൽ. ഒന്നുകിൽ അന്യമായതിൽ എന്ന് പറയാം നപുംസകത്തിൽ, അല്ലെങ്കിൽ അന്യനിൽ എന്ന് പറയാം പുല്ലിംഗത്തിൽ. വിഷ്ണു ഏക ഏവ, വിഷ്ണു ഏകനാണ്. എന്നിലും നിന്നിലും അവനിലും അവളിലും അതിലുമെല്ലാം വിഷ്ണു ഏകനാണ്. സർവരുടെയും സ്വരൂപമേകമാണെന്നർത്ഥം. ശരീരഭേദങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും ആത്മഭേദമില്ല. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഹേ ഭാരത, ഹേ അർജുന, സർവക്ഷേത്രങ്ങളിലും സർവശരീരങ്ങളിലും ക്ഷേത്രജ്ഞൻ, ജീവാത്മഭാവത്തിൽ നിലകൊള്ളുന്നവൻ ഞാൻ ഏകനാണെന്ന് നീ മനസ്സിലാക്കൂ. ഭഗവത്ഗീതയിൽ ഉപദേശിക്കും. ഇത് നീ അറിയൂ. ത്വയി മയി ച അന്യത്ര അപി ഏകഃ വിഷ്ണു. എന്നിരിക്കെ മയി എന്നിൽ അസഹിഷ്ണുവായ നീ വ്യർത്ഥം കുപ്യസി, വെറുതെയാണ് കോപിക്കുന്നത്. നീ എന്നോട് കോപിക്കുന്നു, കാരണം നീ എന്നെ ശത്രുവായി കണക്കാക്കുന്നു. എന്നെ ശത്രുവായി കണക്കാക്കി നീ എന്നോട് കോപിക്കുകയാണ്. ഒരു നിമിഷം നീ ചിന്തിക്കൂ, നിന്നുള്ളിൽ നീയായിരിക്കുന്നത് തന്നെയാണ് എന്നുള്ളിൽ ഞാനായിരിക്കുന്നത്. രണ്ടും ഏകമായ അദ്വിതീയമായ സത്യമാണ്. എന്നിരിക്കെ നീ എന്തിനെന്നോട് കോപിക്കണം? നിൻ്റെ സ്വരൂപം തന്നെയാണ് ഞാനെന്നറിഞ്ഞാൽ എന്നിൽ അഭേദദൃഷ്ടി നിനക്ക് വരും. ഭേദദൃഷ്ടിയിലാണ് കോപം, അഭേദദൃഷ്ടിയിൽ കോപമില്ല. എന്നിരിക്കെ നിൻ്റെ കോപം വ്യർത്ഥമാണ്. നമ്മൾ താത്കാലികങ്ങളായിരിക്കുന്ന പല ഭാവനകളെ വെച്ചിട്ട് ചിലരെ ശത്രുക്കളായും ചിലരെ മിത്രങ്ങളായും വിലയിരുത്തും. ഇന്ന് ഉപകാരം ചെയ്യുന്നവൻ മിത്രവും അപകാരം ചെയ്യുന്നവൻ ശത്രുവുമാവട്ടെ. എന്നാൽ ചിലപ്പോൾ നാളെ ഇന്ന് അപകാരം ചെയ്യുന്നു എന്ന് നമ്മൾ കരുതുന്നവനായിരിക്കാം ഏറ്റവും വലിയ മിത്രമായി വരുന്നത്. ഇന്നത്തെ മിത്രമായിരിക്കാം നാളത്തെ ശത്രുവായി വരുന്നത്. ഇത് ആപേക്ഷികമാണ്, പലതിൻ്റെ അപേക്ഷയിൽ നിലകൊള്ളുന്നതാണ്. സർവരുടെയും സ്വരൂപമേകമാണ്, എല്ലാവരുടെയും ഉണ്മ ഒന്നാണെന്നിരിക്കെ എന്നെ നീ വേറിട്ട് കാണുകയും അനന്തരം എന്നെ ശത്രുവായി കാണുകയും ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് സഹോദര എന്ന് ചോദിക്കുകയാണ്. വ്യർത്ഥം കുപ്യസി മയ്യ സഹിഷ്ണു, അസഹിഷ്ണുവായ സഹനതയില്ലാത്തവനായ നീ എന്നിൽ കോപിക്കുകയാണ്. അപ്പം നീ എന്ത് ചെയ്യണം? സർവസ്മിന്നപി പശ്യാത്മാനം,
എല്ലാത്തിലും ആത്മാവിനെ കാണൂ. സർവത്ര എല്ലായിടത്തും ഉത്സൃജ ഉപേക്ഷിക്കൂ. എന്തിനെ? ഭേദാജ്ഞാനം, ഭേദബുദ്ധിയാകുന്ന അജ്ഞാനത്തെ, അല്ലെങ്കിൽ ഭേദജ്ഞാനം, അതൊന്ന് വേറെയാണ് ഇതൊന്ന് വേറെയാണെന്ന ഭേദജ്ഞാനത്തെ നീ ഉപേക്ഷിക്കൂ. കാരണം വിചാരദശയിൽ എല്ലാത്തിൻ്റെയും സ്വരൂപം ഏകമാണെന്ന് മനസ്സിലാവും. നാമരൂപാത്മകങ്ങളായിരിക്കുന്ന ബാഹ്യോപാധികളിൽ മാത്രമാണ് ഭേദം. അതിൽ ഭേദങ്ങളുണ്ട്. ആണെന്നും പെണ്ണെന്നും, അവനെന്നും ഇവനെന്നും, അവളെന്നും ഇവളെന്നും, അതെന്നും ഇതെന്നും, ഇങ്ങനെ സർവത്ര ഭേദമാണ്. എന്നാൽ ഈ ഭേദങ്ങളെല്ലാം കേവലം പ്രകടിത ഭാവങ്ങളിൽ മാത്രമാണ്. സത്യം ഏകം. എന്നിരിക്കെ ഏകമായ സത്യത്തെ അറിയാതെ അത് വേറെ ഇത് വേറെ എന്നുള്ള ഭേദജ്ഞാനം വാസ്തവത്തിൽ അജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പാഠങ്ങളും ശരിയാണ്. ഭേദാജ്ഞാനം എന്ന പാഠവും ഭേദജ്ഞാനം എന്ന പാഠവും ശരിയാണ്. അതിനെ നീ ഉപേക്ഷിക്കൂ. എവിടെ? സർവത്ര. കാരണം എല്ലാത്തിൻ്റെയും സ്വരൂപമേകമാണ്. വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനെ ശുനിചൈവശ്വപാകേച്ച പണ്ഡിതാ സമദർശിന. അതാണ് പണ്ഡിതന്മാരുടെ ദർശനം. വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനിലും സമത്തെ ദർശിക്കുന്ന വിദ്വാൻ. അവരിലെല്ലാം ഭേദങ്ങളുണ്ട് വ്യവഹാരത്തിൽ. പശുവിനോട് പെരുമാറുന്ന പോലെ അല്ല ആനയോട് പെരുമാറേണ്ടത്, വ്യത്യാസമുണ്ട്. എന്നാൽ സ്വരൂപമേകമാണ്. അതുകൊണ്ട് സർവഭേദത്തിനും അപ്പുറത്തുള്ള ഏക സ്വരൂപത്തെ കാണൂ. അങ്ങനെ കണ്ട് സർവത്ര ഭേദാജ്ഞാനം ഉത്സൃജ, ഭേദജ്ഞാനത്തെ ഒഴിവാക്കൂ. എല്ലാത്തിലും കുടികൊള്ളുന്നത് ഏകമായ ആത്മാവാണെന്ന് കാണൂ. ഇതാണ് വേദാന്തത്തിൻ്റെ പരമമായ ദർശനം. ഈ ഒരു ഉപദേശത്തെ നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മം. ശുദ്ധഭക്തിയോടെ ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാൻ ഭക്തൻ്റെ അധീനനാകും. ഭഗവാന് പിന്നെ സ്വാതന്ത്ര്യമില്ല. ഭക്തനെ യഥോചിതം സംരക്ഷിക്കേണ്ട ധർമ്മം ഭഗവാനായിരിക്കും. സുദർശന ചക്രത്തിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിൽ രക്ഷ തേടി എത്തിയ ദുർവാസാവിലൂടെ ഈ സന്ദർഭം വിവരിക്കുകയാണ് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ദുർവാസാവ് മഹർഷി ബ്രഹ്മദേവൻ്റെയും ശിവഭഗവാന്റെ അരികിൽ ചെന്നു. പുറകെ സുദർശനമുണ്ട്. സുദർശനത്തിൽ നിന്ന് തീജ്വാല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് രണ്ടിടത്ത് ചെന്നിട്ടും രക്ഷയുണ്ടായില്ല. മൂന്നാമത്തെ സ്ഥാനമാണ് വൈകുണ്ഠത്തിലെത്തിയത്. വിഷ്ണു ഭഗവാനെ ആശ്രയിച്ചു. വിഷ്ണു ഭഗവാന്റെ അരികിൽ വന്നപ്പം വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് രണ്ട് പ്രാർത്ഥന. അതിലെ രണ്ടാമത്തെ പ്രാർത്ഥന ഇതാണ്: അജാനതാതേ പരമാനുഭാവം കൃതം മയാഘം ഭവതപ്രിയാണാം വിദേഹി തസ്യാവജിതിം വിധാതർ മുച്ഛേദയെന്നാംന ദ്യുതേ നരകോപി. ഇവിടെ പറയണ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലയോ പ്രഭു. ദുർവാസാവ് മഹർഷി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുക. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ചെയ്യുന്നത് ഭഗവാനാണ്, വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള അല്ലയോ പ്രഭു, സർവത്തിനും നാഥനായിരിക്കുന്നവനെ, അങ്ങയുടെ പരമമായിരിക്കുന്ന മഹാത്മ്യത്തെ, അങ്ങയുടെ ഉത്കൃഷ്ടമായിരിക്കുന്ന മഹത്വത്തെ, മഹാത്മ്യത്തെ അറിയാതിരുന്ന ഒരു മൂഢനാണ് ഈ ഞാൻ. ഭഗവാന്റെ മഹാത്മ്യത്തെ, മഹത്വത്തെ അറിയാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം നമ്മൾ ഭഗവത് ഭക്തന്മാർ അല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പം ഭഗവാന്റെ മഹത്വത്തെ, മഹാത്മ്യത്തെ അറിയാതിരുന്ന ഒരു മൂഢബുദ്ധിയായ ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട, അങ്ങക്ക് ഏറ്റവും പ്രിയനായിരിക്കുന്ന, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിരിക്കുന്ന ആരാ? അംബരീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഭക്തനോട് ഒരു അപരാധം, എളിയൊരു അപരാധം അടിയൻ ചെയ്തു പോയി. അത് ഏത് കാലത്താണ് ചെയ്തത്? ദ്വാദശി വ്രതം എടുക്കുന്ന കാലത്താണ് ചെയ്തത്. പ്രായശ്ചിത്തം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്
ഭഗവാനോട് പ്രാർത്ഥിച്ച് അതിന് ക്ഷമാപണം നടത്തുന്നത് പ്രായശ്ചിത്തമാണ്. അങ്ങനെ ഒരു പ്രായശ്ചിത്ത കർമ്മമാണ് ഇവിടെ ദുർവാസാവ് മഹർഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ഭക്തനായിരിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠനായ ഭക്തനായിരിക്കുന്ന അംബരീഷനോട് ഞാനൊരു തെറ്റ് ചെയ്തു പോയി, അതിനെനിക്ക് മാപ്പാക്കണം എന്ന്, അതിന് നിന്തിരുവടി പുറത്ത് എന്നെ രക്ഷിക്കണം. ഇവിടെ എന്നെ രക്ഷിക്കണമെന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നേരത്തെ നിഗ്രഹിക്കാനാണ് ശ്രമിച്ചത്. നിഗ്രഹം നടക്കാതെ വന്നപ്പോൾ ഇപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ആരെയാണോ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുന്ന അംബരീഷനെ അങ്ങ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എന്നെ കൂടി ഒന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. നരകം കാണുവാൻ അല്ലെങ്കിൽ നരകം അനുഭവിക്കുവാനുള്ള മഹാപാതക കർമ്മമാണ് ഈ ഞാൻ ചെയ്തിരിക്കുന്നത്. അത്യന്തം ശ്രേഷ്ഠ വ്യക്തിയായിട്ട് സർവഭക്തരാലും ആദരിക്കപ്പെടുന്ന, സർവഭക്തർക്കും ബഹുമാന്യനായ, അതുപോലെ ഭക്തന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അംബരീഷനെയാണ് ഞാൻ ഈ പ്രകാരം പെരുമാറിയത്, ഈ പ്രകാരം അദ്ദേഹത്തോട് ഇങ്ങനെ ഔചിത്യമില്ലാത്ത കർമ്മം ചെയ്തത്. അതുകൊണ്ട് ഭഗവാനെ, അങ്ങയുടെ നിന്തിരുവടിയുടെ മുമ്പിൽ ചെയ്തതിന് തുല്യമായിരിക്കുന്നു അങ്ങയുടെ ഭക്തനോട് പെരുമാറിയതുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, മഹാപാതകം മുതലായ ദോഷങ്ങളോട് കൂടിയിരിക്കുന്ന എൻ്റെ കർമ്മത്തിൽ നിന്തിരുവടിയുടെ നാമോച്ചാരണ മാത്രത്താൽ നശിക്കുമല്ലോ. നോക്കണേ, ഏതൊരു ഭഗവാന്റെ നാമമാണോ ഉച്ചരിക്കുന്നത് അതിനാൽ സർവ ദോഷങ്ങളും നശിക്കുമെന്നാണല്ലോ അടിയൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തു വേണം? അപ്രകാരമുള്ള അങ്ങയെ ദർശിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്ന എന്നെ സുദർശന ചക്രത്തിൽ നിന്ന് ദയാപൂർവം രക്ഷിച്ചാലുമെന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ കൊടുത്ത മറുപടി എന്താണ്? വളരെ ശ്രേഷ്ഠമാണ്. അഹം ഭക്തപരാധീനോ ഹി അസതന്ത്ര ഇവ ദ്വിജ സാധുഭിർഗ്രസ്തഹൃദയോ ഭക്തിർ ഭക്തജനപ്രിയ. ഭഗവാൻ കൊടുത്ത മറുപടി അത്യന്തം ശ്രേഷ്ഠമാണ്. എന്താ? ദുർവാസനാൽ പ്രാർത്ഥിക്കപ്പെട്ട ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രാഹ്മണൻ എന്താ പറഞ്ഞത്? അല്ലയോ ബ്രാഹ്മണനായിരിക്കുന്ന മഹർഷി, ഭക്തപരാധീന, ഭക്തന്മാരുടെ അധീനത്തിലാണ് ഇരിക്കുന്നവനാണ് ഞാൻ. സാധുക്കളായ ഭക്തന്മാരാൽ വശീകരിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയവനാണ് ഈ ഞാൻ. അങ്ങനെ കൂടിയവനും ഭക്തജനപ്രിയ, ഭക്തജനങ്ങളാകുന്ന പ്രിയന്മാരോട് കൂടിയവനുമായ അഹം, ഞാൻ അസ്വതന്ത്ര, സ്വാതന്ത്ര്യമില്ലാത്തവനെ പോലെ ആയിരിക്കുന്നു. നോയിക്ക്, നിങ്ങൾ യഥാർത്ഥ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങൾക്ക് അധീനനാണ്. നിങ്ങൾക്ക് ഭഗവാന് പിന്നെ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് യഥോചിതം നൽകുകയും നിങ്ങളെ യഥോചിതം സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഭഗവത് കർമ്മമാണ്, ഭഗവാന്റെ ധർമ്മമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭക്തന്മാരുടെ അധീനത്തിലായിരിക്കുന്നവനാണ്. ആരായിരിക്കണം അപ്പം? നമ്മൾ ഭക്തന്മാരായിരിക്കണം. ഭക്തന്മാരായിരുന്നെങ്കിൽ മാത്രമേ ഭക്ത അധീനനായിരിക്കാൻ ഭഗവാന് പറ്റുള്ളൂ. അപ്പോൾ അംബരീഷ ചരിതത്തിലെ മുൻ പറഞ്ഞിരിക്കുന്ന ഭക്തിയിലെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചവരാണെങ്കിൽ ഭഗവാൻ നമുക്ക് അധീനരാണ്. ഭഗവാൻ നൽകിയ സുദർശന ചക്രം എങ്ങനെയാണോ ഹൃത്യയിൽ നിന്ന് അംബരീഷനെ സംരക്ഷിച്ചത്, അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കും ഭഗവാൻ ഏത് പ്രകാരേണയും. അതുകൊണ്ട് തന്നെ ദോഷങ്ങളേതും മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭക്തപരാധീനനാണ്, അതുകൊണ്ട് എനിക്ക് സംരക്ഷിക്കാനൊന്നും പറ്റില്ല എന്ന് ത്രിമൂർത്തികളിൽ വിഷ്ണു ഭഗവാനും കൈയ്യഴിയുന്ന രീതിയിലേക്ക് തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചാൽ എന്തൊക്കെ കൈവരിക്കാൻ നമുക്കാവും എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
മമ്മിയുരപ്പൻ ശ്രീ മഹാദേവൻ മനസ്സു വച്ചാലെന്തും നടക്കും. മമ്മിയുരപ്പൻ ശ്രീ മഹാദേവൻ മനസ്സു വച്ചാലെന്തും നടക്കും. അമ്മയൂരിനെ മഹിമയൂരാക്കും മമ്മിയൂരെന്നു പേരു തിരുത്തും. അമ്മയൂരിനെ മഹിമയൂരാക്കും മമ്മിയൂരെന്നു പേരു തിരുത്തും. മുക്കണ്ണുകളാൽ അനുഗ്രഹം പൊഴിക്കും. ഹരശങ്കര ശിവശങ്കര ദുരിതം കളശിവനെ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ വരണേ മമ ഗുരുമന്ദിരമണേ प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमे प्रभु प्राणनाथं विभुं विश्वनाथं. गले मुण्डमालं तनो सर्पजालं महाकालकालं गणेशा